ദ സൊല്യൂഷൻ എന്ന വൈജ്ഞാനിക പ്രദർശനം. അതിനുള്ളിലേക്ക് പ്രവേശിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക് നിങ്ങൾ ലഹരിയുടെ അഡിക്ഷന്റെ ഏതു ഘട്ടത്തിൽ നിൽക്കുന്നു, നിങ്ങൾ ഫോൺ അഡിക്ഷന്റെ ഏതു ഘട്ടത്തിൽ നിൽക്കുന്നു, എത്ര പോയിന്റുകൾ നിങ്ങൾക്ക് അതിന്റെ അഡിക്ഷനിലേക്കുണ്ട് എന്നത് കൃത്യമായി വരച്ചു കാണിച്ചു കൊടുക്കുന്ന പുതിയ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈജ്ഞാനിക പ്രദർശനങ്ങൾ ഈ ഒരു കേരളക്കര കണ്ടതല്ലേ. മാത്രമല്ല അതിന് പുറത്തിറങ്ങിയവർക്ക് കൃത്യമായി ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ നമ്മൾ കൈമാറിയതല്ലേ. അതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണോ സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ എന്നത് നമ്മൾ സംശയിച്ചു പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന 8 മാസക്കാലത്ത് വ്യത്യസ്തങ്ങളായ ക്യാമ്പയിനുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉന്നയിച്ചത് ലഹരി തന്നെയാണ്. കാരണം ആ ഒരു സമയത്തും ഈ ഒരു ഘട്ടത്തിലുമെല്ലാം ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് ലഹരി കൊണ്ടുള്ള അപകടങ്ങളാണെങ്കിൽ അതുതന്നെയാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനും ഈ ക്യാമ്പയിനിൽ മുന്നോട്ട് വെച്ചത്. ലഹരിക്കെതിരെ എന്ന ഒരു വലിയ ക്യാമ്പയിൻ വിവിധങ്ങളായ സ്കൂളുകൾ, അതുപോലെ തന്നെ ആ നിലയ്ക്ക് അധ്യാപകരോട് സംവദിച്ചു, വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമെല്ലാം സംവദിക്കാനുള്ള എല്ലാ തലങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഈ ഒരു കേരളക്കരയിൽ നടന്നത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, കവലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, വിദ്യാർത്ഥികൾ കൂടുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി നൂറുകണക്കിന് കേന്ദ്രങ്ങളിലാണ് വിസ്ഡം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ ധർമ്മസമര സംഗമങ്ങളും സ്ട്രീറ്റ് ലോഗുകളെല്ലാം സംഘടിപ്പിച്ചത്. അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സർവ്വവിധ സാമൂഹ്യ തിന്മകൾ അതിൽ തന്നെ ലഹരിയായിരുന്നു എന്നത് കൃത്യമായി നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇതെല്ലാം കേവലമായ എന്തെങ്കിലും ആ നിലക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല, അല്ലെങ്കിൽ ആ നിലക്ക് ഓൺ ചെയ്യുകയല്ല, മറിച്ച് വിസ്ഡം സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ വിസ്ഡം കൂട്ടായ്മയുടെ വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊന്ന് തുറന്നു നോക്കിയാൽ കൃത്യമായി നമുക്കിതെല്ലാം കാണാവുന്നതല്ലേ.